ഒരു വലിയന്റെ പക്കൽ വിവാഹപ്രായമായ മകളുണ്ടെങ്കിൽ അതിന് 18 21 കണക്കില്ല. തന്റെ മകൾ വിവാഹത്തിന് പ്രാപ്തയാണെന്ന് രക്ഷിതാവിന് ബോധ്യപ്പെടുന്ന സമയം വന്നാൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ബാധ്യത രക്ഷിതാവിനുള്ളതാണ്. സമൂഹത്തിൽ അനാഥരായ മക്കളുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് സാമൂഹ്യ ബാധ്യതയാണ്. ഈമാനിന്റെ പൂർത്തീകരണമായി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തെ എണ്ണുന്നുണ്ട്. വറഹ്ബാനിയതൻ ഇബ്തദഉഹ, വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് അവർ പുതുതായി കൊണ്ടുവന്നതാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇസ്ലാം വിവാഹത്തിന് നൽകുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ എന്താണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ, ഒരുപാട് കാലമായി നിക്കാഹിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെ നമ്മളൊക്കെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം, ഖൈറുൻ നിക്കാഹി ഐസറ, നിക്കാഹുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ലളിതമായ വിവാഹമാണ്. വരനും വധുവിന്റെ രക്ഷിതാവും 2 സാക്ഷികളുടെ മധ്യസ്ഥതയിൽ ചെയ്യുന്ന കരാറാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അതിന് ഉപയോഗിച്ച പദം മീസാക്കൻ ഒലീല, ദൃഢമായ കരാർ. മലയാളത്തിൽ അതിനെ നമ്മൾ വിളിച്ച പേര് വിവാഹം എന്നാണ്. മലയാള ഭാഷാ നിഘണ്ടുവിൽ വിവാഹം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം വിഘടിക്കാൻ കഴിയാത്ത വഹനം അഥവാ ദൃഢവത്തായ കെട്ടാൻ. ഇതിനെ ഒരിക്കലും അഴിച്ചു മാറ്റാൻ സാധ്യമല്ല. വേണമെങ്കിൽ മൂർച്ചയുള്ള ആയുധങ്ങളെ കൊണ്ട് വെട്ടിപ്പിളർത്താം, എന്നാലും നിങ്ങൾ കഴിക്കാൻ കഴിയാത്ത ബന്ധമാണ്. മറ്റൊരു പദം സിവാജ്, കൂടിക്കലർന്ന് ഒന്നായത് എന്നാണ്. 2 ദിശയിലൊഴുകുന്ന പുഴകളെ ഒരുമിച്ചൊഴുകാനുള്ള അവസരം കൊടുത്താൽ അവ കൂടിച്ചേരുമ്പോൾ നുരയും പതയും സ്വാഭാവികമാണെങ്കിലും ഒരല്പസമയം ഒരുമിച്ചൊഴുകാനുള്ള അവസരം കൊടുത്താൽ അവ ശാന്തമായി ഒന്നായി ഒരുമിച്ചൊഴുകുന്നത് പോലെ ഒന്നായി തീരുന്ന പ്രവണതയാണ്. ഇനി നോക്ക്, ഞാൻ പറഞ്ഞു വളരെ ലളിതമാണ്. ഒരു ഖത്തീബിന്റെ റോളിൽ വന്നു നിൽക്കുന്ന എന്റെ പ്രസക്തി ഈ നിക്കാഹിനില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ പ്രത്യേകത. നിങ്ങൾക്കറിയോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ശ്രദ്ധേയനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സമ്പന്നനാണ്, കോടീശ്വരനാണ്. വിദൂരതയിൽ നിന്നെങ്ങാനും അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കച്ചവട സംഘം വരുന്നുവെങ്കിൽ ഉഹുദ് മലയേക്കാൾ ഉയരങ്ങളിലൂടെ പൊടിപടലങ്ങൾ പാറാറുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സുബഹിന്റെ നേരത്ത് പള്ളിയിലേക്ക് വന്നപ്പോ പുതിയാപ്പിളാരൊക്കെ ധരിക്കുന്ന ഒരു മഞ്ഞ ഷെയ്ഡുള്ള ഒരു ഷർട്ട് ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഒരു അത്തറിന്റെ പരിമളമുണ്ടല്ലോ റസൂലേ, ഞാൻ ഇന്നലെ ഒരു നിക്കാഹ് കഴിച്ചു റസൂലേ, മഹലിന്റെ കാളിയായിട്ട് എന്നെ വിളിച്ചില്ലാലേ, അതുകൊണ്ട് മഹലിന്ന് പുറത്തു വെക്കുന്നല്ല. ബാറക്കല്ലാഹു ലക്കും വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫി ഖൈർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുറഹ്മാൻ, ഇത്രയും ഒരു പിശുക്ക് വേണ്ടായിരുന്നു ട്ടോ, ചെറിയൊരു വലിയ സൽക്കാരം ഞങ്ങൾക്ക് തരാമായിരുന്നു. വലൗ ബിദബഹി ഷാത്തിൻ, ഒരു ആടിനെ അറുത്തിട്ടെങ്കിലും ഒരു സൽക്കാരം തരാമായിരുന്നു എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ലളിതമാണ് പ്രിയമുള്ളവരെ. ഇനി നോക്ക്, അതിന്റെ നിബന്ധനകളിൽ വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായത്തിന്റെ സൂറത്തുൻ നിസായിലെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വആതുൻ നിസാഅ സ്വദഖാതിഹിന്ന നിഹ്ല, അല്ലയോ പുരുഷന്മാരെ, നിങ്ങൾ സ്ത്രീകൾക്ക് അങ്ങോട്ട് അവർ തൃപ്തിപ്പെടുന്ന മഹർ നിങ്ങൾ കൊടുക്കണമെന്നാണ്. മഹറിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം. സ്ത്രീധന സംവിധാനം കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല. ഇവിടെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പറയാം, നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും ഒരു ലെറ്റർ കൊണ്ട് ആളുകൾ വരും, ഇന്ന മഹലിൽ നിന്നാണ്, 3 പെൺകുട്ടികളാണ്, മൂത്തകുട്ടിയുടെ വിവാഹമാണ്, സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരാൻ സഹായിക്കണം. ലജ്ജിക്കണം മുസ്ലിം ഉമ്മത്തെ. ഹൈന്ദവ സമുദായത്തിൽ നിന്നോ ക്രൈസ്തവ സമുദായത്തിൽ നിന്നോ ഒരു ഇടവകയുടെ ലെറ്ററുമായിട്ട് ആരും വരും നമ്മൾ കാണില്ല. എന്നാൽ സ്ത്രീകൾക്ക് ചെലവില്ലാത്ത പുരുഷന്റെ ഭാഗത്തുനിന്ന് മഹറിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന സുന്ദരമായൊരു വിവാഹത്തിനെയാണ് വളരെ മലീമസമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. ഹൈന്ദവ സമുദായങ്ങൾ പോലും ആദരവോടുകൂടെ പറയുന്ന മഹചരിതമാലയിൽ ഒരു വാക്കുണ്ട്, ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നല്ല വിവാഹം മുഹമ്മദിന്റെ മകൾ ഫാത്തിമയുടെ വിവാഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ക്വാളിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ആ വിവാഹത്തിന്റെ പ്രത്യേകത? പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം അന്വേഷിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി, എന്റെ മകൾ ഫാത്തിമാനെ പെണ്ണ് കാണണം. റസൂലെ, കുട്ടിക്കാലം മുതൽ ഫാത്തിമാനെ അറിയാം, ഇനി പെണ്ണ് കാണണോ? വിവാഹം കഴിക്കണമെന്ന ലക്ഷ്യത്തോടെ എന്റെ മകളെ പെണ്ണ് കാണണം. പെണ്ണ് കണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹിന്റെ ഒരു ചോദ്യമുണ്ട്, അലി, എന്റെ മകൾ ഫാത്തിമക്ക് എന്ത് മഹർ കൊടുക്കുന്ന? ഒരുപാട് രക്ഷിതാക്കളുണ്ടല്ലോ ഇവിടെ. മകളെ പെണ്ണ് കാണാൻ വന്നവനോട് ഡിമാൻഡ് ഉണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നല്ലാതെ നട്ടല്ലോടെ എന്റെ മകൾക്ക് എന്ത് മഹർ കൊടുക്കുമെന്ന് പറയാൻ ഈ ദുൽഫുക്കാർ എന്ന് പറയുന്ന വാളും പടക്കുതിരയുമില്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ല. അത് വിറ്റിട്ടാണെങ്കിലും എന്റെ മകൾ ഫാത്തിമക്ക് മഹർ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പ്രിയമുള്ളവരെ, എന്താണ് ഈ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ,
അള്ളാന്റെ ഖുർആൻ പറയാണ്, ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. അല്ലയോ പുരുഷന്മാരെ, നിങ്ങൾ സ്ത്രീകളുടെ വസ്ത്രമാണ്, സ്ത്രീകളെ നിങ്ങൾ പുരുഷന്മാരുടെ വസ്ത്രമാണ്. നമ്മൾ എന്തിനാ ഡ്രസ്സ് ധരിക്കുന്നത്? ശരീരത്തിന്റെ ന്യൂനതകളെ മറച്ചു വെക്കാനാണ്, ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിന് ലഭിക്കാനാണ്. എങ്കിൽ പരസ്പരം ഈ ധർമ്മം സ്വീകരിക്കേണ്ടുന്നവരാണ് ദമ്പതികളായ ആളുകൾ എന്നുള്ളതാണ്. അള്ളാഹു ഉണ്ട് എന്നുള്ളതിന്റെ ദൃഷ്ടാന്തങ്ങളെ, ആകാശഭൂമികളെ, പ്രപഞ്ച വൈഭവങ്ങളെ അള്ളാഹു ഇങ്ങനെ നിരത്തി പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, വമിൻ ആയാതിഹി, അവന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്നു തന്നെയാണ് നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചതെന്നാണ്. നമ്മളൊക്കെ സാധാരണ പറയും ലൈഫ് പാർട്ട്ണർ എന്നാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ലൈഫ് പാർട്ട്ണർ മാത്രമല്ല ബോഡി പാർട്ട്ണറും കൂടിയാണ്. നിങ്ങളിൽ നിന്നാണ് നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചത്. എന്തിനാണ്? ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടുകൂടെ വീട് കൂടി താമസിക്കാൻ. ആ പദം പോലും എത്ര അത്ഭുതം! അസ്വാജ, നമ്മളൊക്കെ മലയാളത്തിൽ പറയാ ഭാര്യ ഭർത്താവ് എന്നാണ്. ഭാര്യ ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നവനും എന്നാണ് അർത്ഥം. ഇസ്ലാമിലെ ഭാര്യയില്ല, ഭർത്താവില്ല. സൗജത്ത് ഇണയും തുണയുമാണ്. കൊണ്ടും കൊടുത്തും സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കാനുള്ളവരാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാ, വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും വെച്ച് തന്നവനാണല്ലോ. എന്താ മവദ്ദ എന്ന് പറഞ്ഞാൽ? പ്രണയം, ലവ്, സ്നേഹം. 90-ലധികം പദങ്ങളുണ്ട് പ്രണയത്തിന് അറബി ഭാഷയിലെ. അതിന്റെ സുപ്പീരിയർ പദവിയിൽ നിൽക്കുന്ന മവദ്ദ എന്ന് പറയുന്ന പ്രയോഗം അല്ലാഹു നടത്തി. വീണ്ടും അല്ലാഹു പറഞ്ഞു വറഹ്മ, പ്രായാധിക്യത്തിന്റെ മൂർധന്യാവസ്ഥയിലും തന്റെ പ്രിയപ്പെട്ടവൻ തളർന്നു കിടക്കുമ്പോഴും ശരീരത്തിന്റെ ടെമ്പറേച്ചർ അല്പം മാറുമ്പോൾ ഹൃദയം നോവുന്ന കാരുണ്യത്തിന്റെ സ്നേഹമില്ലേ, അത് രണ്ടും നിങ്ങളിലൂടെ വെച്ച് തന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ എവിടെയാ വിഷയം എന്നറിയോ? നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ച് നമ്മൾ ബോധ്യവാന്മാരാൻ. ഞാൻ ചെയ്യേണ്ട കടമ എന്താണ് നമ്മൾ മറന്നു പോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നല്ല പുരുഷൻ ആരാന്നറിയോ? മഹാനായ പ്രവാചകന്റെ വാക്ക് അറഫയുടെ മൈതാനിയിലാണ്. നമ്മളൊക്കെ സാധാരണ പറയലേ, ഞാൻ വരച്ച വരക്കപ്പുറത്തേക്ക് എന്റെ മകള് നീങ്ങൂല എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ എല്ലാ ആളുകളും. എന്റെ മകള് നീങ്ങൂല എന്ന് വാശി പിടിക്കുന്ന ആളുകളാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവിടെയല്ല ഒരു പുരുഷന്റെ റോള് വരുന്നത്. നോക്കി, ഇവിടെ ഈ നടക്കുന്ന കരാർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അബ്ദുൽ നാസർ സാഹിബ് അദ്ദേഹത്തിന്റെ മകളെ എന്റെ പ്രിയപ്പെട്ട അനുജന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഇക്കാലം അത്രയും ആ മകളുടെ രക്ഷിതാവാരാൻ അബ്ദുൽ നാസർ സാഹിബാണ്. ഈ നിക്കാഹോട് കൂടെ വിലായത്തിന്റെ രക്ഷാധികാരത്തിന്റെ കൈമാറ്റമാണ്. എന്റെ പ്രിയപ്പെട്ട അനുജൻ ആ മകളെ ഏറ്റെടുക്കുമ്പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ മോള് ഈ വീട്ടിൽ വളരുന്ന കാലം അത്രയും അകാരണമായി ആ മകളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ ഈ ബാപ്പാന്റെ ചങ്ക് പടക്കുമായിരുന്നെങ്കിൽ ആ മകളെ ഏറ്റെടുക്കുന്ന കാലഘട്ടം മുതൽ അകാരണമായി കണ്ണ് നിറയാതെ സൂക്ഷിക്കുന്നിടത്താണ് ഒരു പുരുഷന്റെ റോള് പൂർണ്ണമാകുന്നത് എന്ന പ്രാഥമിക അറിവ് നമ്മൾ നേടിയെടുക്കണം. അറഫയുടെ മൈതാനിയിൽ ഖുതുബത്തുൽ വിദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാരെ വത്തഖുല്ലാഹ ഫീ നിസായിക്കും, നിങ്ങളുടെ ഇണകളുടെ വിഷയത്തിലെ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയോ? അവളെ നിങ്ങൾ സ്വന്തമാക്കിയത് അള്ളാന്റെ പേരിലുള്ള കരാറ് കൊണ്ടാണ്. ഇസ്തഹലൽതും ബി അമാനാത്തില്ല, അള്ളാഹുവിന്റെ പേരിലുള്ള അമാനത്ത് കൊണ്ടാണ് അവർ നിങ്ങൾക്ക് അനുവദനീയമായത്. അതുകൊണ്ട് നമ്മളുടെ ഇണകളോട് നമ്മൾ പെരുമാറുന്ന ഏത് പെരുമാറ്റവും നമ്മളോട് ചോദിക്കുന്നവനാരാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അതിന്റെ അവസാനത്തിൽ പ്രവാചകൻ പറഞ്ഞു, വഅലൈക്കും കിസ്വതുഹുന്ന വരിസുഖുഹുന്ന ഫിൽ മഅറൂഫ്, മാന്യമായ വസ്ത്രം കൊടുക്കണം കേട്ടോ, മാന്യമായ ഭക്ഷണം കൊടുക്കട്ടോ. ഏതാ ഈ മാന്യത? ഏതാ ഈ മാന്യത? മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, ഇദാ കസൗത ഫക്സുഹ, നീ ധരിക്കുമ്പോ അവളെയും അതുപോലെ ധരിപ്പിക്കുക, നീ കഴിക്കുമ്പോ അവളെയും അതുപോലെ കഴിപ്പിക്കണമെന്ന്. ഉള്ളപ്പോൾ ഉള്ളതുപോലെ, ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതുപോലെ. സഹോദരന്മാരെ, ആകാശത്തിന്റെ ചുവട്ടിൽ ഒരു പെണ്ണിന്റെ അഭിമാനം ഏറ്റവും കൂടുതൽ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടതാരെന്നറിയോ? അവരുടെ ഭർത്താക്കന്മാരാൻ, അവരുടെ ഭർത്താക്കന്മാരാ. അതുകൊണ്ട് ഉമ്മയുടെ മുന്നിൽ വെച്ച്, സഹോദരിമാരുടെ മുന്നിൽ വെച്ച് ഉപദേശിക്കരുത് കേട്ടോ. പേഴ്സണൽ ബെഡ്റൂമിലായിരിക്കണം എന്ന് പറഞ്ഞു. പെണ്ണിനെ അടിക്കാൻ പാടില്ല എന്ന നിയമം. പക്ഷേ നിർബന്ധ സാഹചര്യം, ചില നന്നാക്കലുകളുടെ ബന്ധം അകലുമോ എന്ന് പേടിക്കുന്ന സാഹചര്യങ്ങളിൽ നന്നാക്കലുകളുടെ ഭാഗമായി ചെറിയ പണിഷ്മെന്റുകളുടെ സാഹചര്യം വന്നാലും മുഖത്തടിക്കരുത് കേട്ടോ. ശരീരത്തിൽ അടയാളം വീഴുന്ന രീതിയിൽ അടിക്കരുത് കേട്ടോ. അവരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് നിങ്ങൾക്ക് ഇസ്ലാം നൽകിയ സ്ഥാനം എന്താണെന്നറിയോ? ഇന്ന് സിനിമാ മേഖല മുഴുവൻ സ്ത്രീകളുടെ അഭിമാനങ്ങളെ പിച്ചു ചീന്തുന്നു എന്ന ന്യൂസ് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ പെണ്ണിന്റെ അഭിമാനത്തിന് ഏറ്റവും വലിയ സുരക്ഷിതത്വം കൊടുത്ത അള്ളാഹുവിന്റെ മതം നമ്മളോട് പറഞ്ഞ വിഷയമാണ്. നോക്ക് സഹോദരിമാരോട്, ലോകത്തിൽ ഏറ്റവും നല്ല വിഭവം സ്വാലിഹത്തായ ഭാര്യയാണ്. അദ്ദുനിയ മതാ വഖൈറു മതാഇ ദുനിയ അൽ മർഅതു സ്വാലിഹ. എന്നിട്ട് റസൂലുള്ളാഹിനോട് സ്വഹാബ ചോദിക്കുന്നു, റസൂലേ, ആരാ സ്വാലിഹത്തായ ഭാര്യ? ഒന്നാമത്തെ പോയിന്റ്, ഇദാ നളർത ഇലൈഹാ സറതക, അവളിലേക്ക് നോക്കുമ്പോ സന്തോഷം നൽകുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭർത്താവിനെ തട്ടത്തിന്റെ തലപ്പ് കൊണ്ട് നെറ്റിത്തടത്തിലെ വിയർപ്പ് തുടച്ചു കൊടുക്കുന്ന സ്വാലിഹത്തായ ഭാര്യ. എന്തുകൊണ്ടെന്നറിയോ? ഒരു പുരുഷൻ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാവാം,
വ്യാപാരങ്ങളിലും വ്യവഹാരങ്ങളിലും ഒരുപാട് പ്രയാസമുണ്ടാകാം. എല്ലാം വീടിന്റെ സിറ്റൗട്ടിൽ ഇറക്കി വെച്ച് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ. ഹിറാ ഗുഹരത്തിന്റെ മുമ്പിൽ നിന്ന് കടന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച മഹദി ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ. രണ്ടാമത്തെ പോയിന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വൈദാ അമർതഹ അത്അതക, അവളോട് നീ കൽപ്പിക്കുമ്പോൾ നിന്നെ അനുസരിക്കുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ. ഒരു പെണ്ണിന് സ്വർഗം വേണോ, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുടർന്ന് കിട്ടണോ, അവൾക്ക് നമസ്കാരം കൃത്യമാണ്, നോമ്പ് കൃത്യമാണ്, സദാചാര വിശുദ്ധിയുള്ളവളാണ്. അവരുടെ ഭർത്താവിനെ അനുസരിച്ചാൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹ് അനുവാദം കൊടുക്കുന്ന. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തപ്പോ അള്ളാഹിന്റെ മുത്തു റസൂൽ ചോദിച്ചു, മുആദേ എന്താ ഈ കാണിക്കുന്നത്? റസൂലേ, ഞാൻ യാത്ര ചെയ്തു പോയ സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളൊക്കെ പുരോഹിതന്മാർക്ക് മുമ്പിലെ തലകുനിക്കുന്നത് കണ്ടിട്ടുണ്ട്, എനിക്ക് അവരെക്കാളും വലുത് അങ്ങല്ലേ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ, സൃഷ്ടിച്ചവനായ റബ്ബിന്റെ മുമ്പിലല്ലാതെ ഒരാളുടെ മുമ്പിലും സുജൂദ് പാടില്ല മുആദ്. ഒരു പുണ്യ പുരുഷന്റെ മുമ്പിലോ വലിയന്റെ മുമ്പിലോ മഹാന്റെ മുമ്പിലോ ജാറത്തിന്റെ മുമ്പിലോ മക്ബറയുടെ മുമ്പിലോ എന്തിന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പോലും സുജൂദ് പാടില്ല മുആദ്. അടുത്ത വാക്ക് സഹോദരിമാർ അണ്ടർലൈൻ ചെയ്യണേ. അങ്ങനെ അള്ളാഹു അനുവാദം കൊടുക്കുമായിരുന്നുവെങ്കിൽ കൊടുത്തിട്ടില്ല. ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയ്ക്ക് അള്ളാഹു അനുവാദം കൊടുക്കുമായിരുന്നു എന്ന് അവസാന പോയിന്റ്. ആധുനിക വർത്തമാന കാലഘട്ടത്തിന്റെ നാഡീസ്പന്ദനങ്ങളെ തൊട്ടറിഞ്ഞ് അള്ളാന്റെ ഹബീബിന്റെ വാക്ക് വൈദാ ഗിബത അൻഹ, നീ അവളെ വിട്ട് പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നാൽ, നാട് വിട്ട് താമസിക്കേണ്ടി വന്നാൽ, നിന്റെ സമ്പത്തിനെ, അവരുടെ ശരീരത്തെ, നിന്റെ മക്കളെ നിനക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെക്കുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ. ഭർത്താവ് നാട്ടിലില്ലേ, അവന്റെ മക്കളെ പൊന്നുപോലെ നോക്കും, അവന്റെ സമ്പത്ത് 1 രൂപ പോലും ഹറാമായി ചെലവഴിക്കില്ല. സഹോദരിമാരെ, ഭർത്താവ് ഗൾഫിലാണെന്ന് കരുതി 1 രൂപ ഹറാമായി ചെലവഴിച്ചാൽ കണക്ക് ബോധിപ്പിച്ചിട്ടല്ലാതെ അള്ളാന്റെ മുമ്പിൽ കാൽപാദം ചലിപ്പിക്കാൻ മഹ്ശറിൽ അല്ലാഹ് അനുവാദം നൽകില്ല എന്നാണ്. അതുപോലെ തന്നെ അവളുടെ ശരീരത്തെ പെർഫ്യൂം പോലും ഭർത്താവിന്റെ മുമ്പിലല്ലാതെ ഉപയോഗിക്കാത്തവളാണ് സ്വാലിഹത്തായ ഭാര്യ എന്ന് മനസ്സിലാക്കുക. സഹോദരന്മാരെ, എന്റെ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇപ്പറഞ്ഞത് മുഴുവനും നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ആഴ്ന്നിരിക്കാൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കൈപിടിച്ചു കൊടുത്തത് ആരുടെ കയ്യിലാണെന്നറിയോ? ഈത്തപ്പനത്തോട്ടത്തിൽ പുല്ല് ചെത്തുന്ന ജോലിക്കാരൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ദീന് കണ്ടു കൊടുത്തത്, ഇൽമു കണ്ടിട്ട് കൊടുത്തത്. നിങ്ങൾക്കറിയോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി ഗർഭിണിയായിരിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞൊലിച്ചു മഹദി ഫാത്തിമ. ബിഷപ്പിന്റെ കാഠിന്യം ജോലി അന്വേഷിച്ച് പുറപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ജോലി കിട്ടിയില്ലായിരുന്നു. പക്ഷെ കൈക്കുമ്പിളിൽ കുറച്ച് ഈത്തപ്പഴമായി കടന്നു വരുമ്പോ പിന്നീന്ന് ഒരു യാചകൻ വിളിച്ചിട്ട് പറഞ്ഞു, അലി, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ ഈത്തപ്പഴം അയാളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്ത് വെറും കൈയോടെ വീട്ടിലേക്ക് കടന്നു വന്ന് സലാം പറയുമ്പോ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ സലാം മടക്കിയിട്ട് പറഞ്ഞു, ഒന്നും കിട്ടിയില്ല അല്ലേ? സങ്കടത്തോടുകൂടെ അകത്ത് കയറി കൈ തലക്ക് വെച്ച് മലർന്നു കിടക്കുമ്പോ തലഭാഗത്ത് വന്നിരുന്നു മഹദി ഫാത്തിമ മുടിയടകളിലൂടെ കൈ തലോടിയിട്ട് പറഞ്ഞു, സാരമില്ല അലി, സാരമില്ല അലി, മോളെ ഫാത്തിമ, എന്നോട് വെറുപ്പ് തോന്നരുത് കേട്ടോ. കിട്ടിയ പഴങ്ങളെ യാചകന്റെ കൈവെള്ളയിലൂടെ വെച്ചു കൊടുത്തതാന്ന് പറഞ്ഞപ്പോ, അലിയേ, അത് കൊടുക്കാതെ വന്നിരുന്നെങ്കിൽ എന്റെ മനസ്സ് വേദനിക്കുമായിരുന്നു. സ്വർഗത്തിന്റെ പഴം തന്ന അനുഭൂതി ഇപ്പൊ ഞാൻ അറിയുന്നുണ്ടെന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ ഒരൊറ്റ പോയിന്റ് മുന്നിൽ വെച്ചിട്ടാണ് ഈ പുരുഷന്മാരോട് മുഴുവൻ എനിക്ക് പറയാനുള്ളത്. ഇത്ര വലിയ ഈമാന്റെ നിറകുടമായ ഫാത്തിമ ബീവിനോട് ഒരിക്കൽ പിണങ്ങിയിട്ട അലി റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ മണലിൽ കിടന്നുരുളുന്നത്. സ്നേഹമാസകല മണല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ തുറാബ്, മണ്ണിന്റെ ബാപ്പ വീട്ടു പോന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവിനേക്കാളും വലിയ തങ്കക്കുടങ്ങളൊന്നല്ലല്ലോ പടച്ചോ നമ്മുടെ കയ്യിൽ തന്നെ. പെണ്ണിനെ പടച്ച അള്ളാന്റെ വാക്ക്, പെണ്ണിന് ന്യൂനതയുണ്ട്. അതേ റബ്ബ് വീണ്ടും ആവർത്തിക്കുന്നു. ആ ന്യൂനതകളെ കവർ ചെയ്യാനുള്ള ഒരുപാട് പോസിറ്റീവ്സുകൾ അവരിലുണ്ട്. അവരുടെ ശരികളെ ടിക്ക് ചെയ്യാൻ, അവരിലെ അപാകതകളോട് മാപ്പ് കൊടുക്കാൻ അവർക്ക് നമ്മളല്ലാതെ ആരാ ഉള്ളത് എന്നൊരു പ്രാഥമികമായ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗമുൽതുല്യമായ കുടുംബജീവിതം നയിക്കാൻ ഇവർക്ക് നമുക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പ്രിയമുള്ളവരെ, ഈ നിക്കാഹിന്റെ അവസാനത്തിൽ വധൂവരന്മാർക്ക് വേണ്ടി വലിയൊരു പ്രസന്റേഷൻ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാ നമ്മളെല്ലാവരും. നമ്മൾ പറയും, ഞങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ലല്ലോ സ്വർണ്ണാഭരണങ്ങളോ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞതൊന്നുമല്ല. വധൂവരന്മാർക്ക് വേണ്ടി നാം ഹൃദയം തട്ടി നടത്തുന്ന പ്രാർത്ഥനയാൽ എനിക്ക് വേണമെങ്കിൽ ഒരു ഖത്തീബിന്റെ റോള് തീർക്കാൻ ഇവിടെ നിന്ന് നീട്ടിയൊരു പ്രാർത്ഥന നടത്താം, നിങ്ങളെ കൊണ്ട് ആമീൻ പഠിപ്പിക്കാം. പക്ഷെ ദീനിൽ എന്ത് ചെയ്യണോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക വേണം നമുക്ക്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാതൃക എന്താണ്? ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫി ഖൈർ. അല്ലാഹു നിങ്ങൾക്ക് രണ്ടു പേർക്കും അനുഗ്രഹം നൽകട്ടെ. അള്ളാന്റെ അനുഗ്രഹം സദാ നിങ്ങളുടെ മേൽ വർഷിക്കുമാറാവട്ടെ. നന്മയിൽ അല്ലാഹു നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കട്ടെ. എന്താ ഈ ബറക്കത്ത് നൽകട്ടെ എന്ന് പറഞ്ഞാൽ സിയാദത്തുൻ ഫിൽ ഖൈർ എന്നാണ്. നന്മയെ വർദ്ധി
വർദ്ധിപ്പിച്ചു തരട്ടെ. കുടുംബജീവിതത്തിന്റെ എന്തെല്ലാം നന്മയുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നിക്കാഹിന്റെ അവസാനത്തിൽ നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ തുല്യമായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.